ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരേപോലെ പ്രയോജനകരമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഉപ്പ് പൊടിയൊക്കെ ഇട്ട് വയ്ക്കത്തില്ലേ, അപ്പം അത് ഇതേപോലെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് അലിഞ്ഞണക്കിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ചിരട്ട കഷ്ണം വൃത്തിയാക്കിയത് അതിനകത്ത് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഉപ്പ് അലിഞ്ഞു പോകാതെ തന്നെ ഇതേപോലെ തന്നെ എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും. ഉണ്ടോ, ഇതേപോലെ ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ പെട്ടെന്നായിരിക്കും ഈ കറുത്ത ഉറുമ്പ്, അത് നമുക്ക് വലിയ ശല്യമൊന്നുമില്ല, എന്നാലും എവിടെയാണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഇതേപോലെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അവിടെ നിന്ന് അങ്ങ് പൊയ്ക്കോളും. കണ്ടോ, ആ ഉറുമ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേനും എല്ലാവർക്കും അത് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതേപോലെ എണ്ണയൊക്കെ സ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേനും അത് ചീത്തയാകാതിരിക്കാനായിട്ട് ഇതിനകത്ത് കുറച്ച് കുരുമുളക്, ഒരു 3-4 കുരുമുളക് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ എണ്ണ കനച്ച് പോവാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ ഇതേപോലെ ഒരുപാട് എണ്ണയൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്തിന് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ ചീത്തയാകത്തില്ല, നമുക്ക് എത്ര നാൾ വേണേലും എണ്ണ ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ അതിനകത്തൊരു 5-6 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ടിപ്പ്, നമ്മൾ സൂചിയിലൊക്കെ നൂല് കോർക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ നമ്മുടെ ഏത് ചൂലാണേലും കുഴപ്പമില്ല, നല്ലൊരു നാര് ഇതിനകത്ത് നിന്ന് എടുക്കുക. അപ്പം അതിന് ശേഷം നമുക്ക് സൂചിയിൽ നൂല് കോർക്കാം. അപ്പോൾ നമുക്ക് എത്ര പ്രായമായവർക്കാണേലും കുട്ടികൾക്കാണേലും നമ്മളിതേപോലെ ഒരു നാര് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് ചെറിയ സൂചിയിൽ നൂല് കോർക്കാം. അതുകൊണ്ട് ഇതേപോലെ നമ്മൾ ആ നാരൊന്ന് വളച്ചിട്ട് സൂചിയിൽ കൂടെ കോർത്തെടുക്കുക. കുറച്ച് ഭാഗം കോർത്തതിന് ശേഷം ആ കോർത്ത നാരിനകത്തോട്ട് നമ്മൾ നൂല് കയറ്റുക. ഉണ്ടോ, എന്നിട്ട് ആ നൂലിൻ്റെ 2 ഭാഗത്തും പിടിച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കുക, നാര് വലിച്ചെടുക്കുക. ഉണ്ടോ, അപ്പോഴത്തേനും നൂല് സൂചിയിലോട്ട് എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വളരെ ഈസി ആയിട്ട്, ഇതിപ്പോൾ ബ്ലാക്ക് നൂലായതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്, ഞാൻ വെള്ള നൂല് കോർത്ത് കാണിച്ചു തരാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് എത്ര പ്രായമായവർക്കും കണ്ണ് കാണാത്തവർക്ക് പോലും ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് നൂല് കോർത്ത് തരും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഏത് ചൂലിൻ്റെ നാരാണേലും കുഴപ്പമില്ല. ഉണ്ടോ, ഇപ്പോൾ വെള്ള നൂലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ആ നാരിഞ്ഞ് വലിച്ചാൽ മതി. ഇപ്പോൾ സൂചിയിൽ കൂടെ നൂലിങ് എത്തും. കണ്ടോ, അപ്പം നമ്മൾ തയ്ച്ചതിന് ശേഷം നൂലിതേപോലെ ഒന്ന് ചുറ്റി വയ്ക്കുക. എന്നിട്ട് സൂചി ഇതേപോലെ കുത്തി കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതേപോലെ ചുറ്റി നമുക്ക് സൂചിയും നൂലും കൂടെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.